الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യ വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും നാം പള്ളിയിലാണെങ്കിലും വീടുകളിലാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും യാത്രയിലാണെങ്കിലും ഓരോ സമയവും സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് തഖ്വ കൈവിടാതെ കഴിയണമെന്ന് ഉണർത്തുകയാണ്, പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തഖ്വയിൽ കഴിയാനുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. സമൂഹത്തിൽ വിവിധങ്ങളായ തലങ്ങളിൽ പെരുമാറുന്ന പല ആളുകളുമായി ഇടപഴകുന്ന നാം ആലോചിക്കേണ്ട ഒരു സുപ്രധാനമായ കാര്യമാണ് ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അഥവാ നമ്മുടെ സാന്നിധ്യം, അത് നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ തൊഴിലിടത്തിലാണെങ്കിലും നമ്മുടെ അയൽപക്കത്താണെങ്കിലും സമൂഹത്തിലാണെങ്കിലും മറ്റുള്ള പല കൂട്ടായ്മകളുണ്ട്. ആ തരത്തിലുള്ള കൂട്ടായ്മകളാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ സാന്നിധ്യം ഒരു ശല്യമാകാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രസൻസ്, നാം അവിടെ ഉണ്ട് എന്നത് ആ കൂട്ടായ്മക്ക്, ആ അയൽപക്ക ബന്ധത്തിന്, ആ വീട്ടിൽ, ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ശല്യമാകരുത്. അയാൾ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നമ്മളെ പറ്റി വിചാരിക്കരുത്. അദ്ദേഹം ഇവിടെ ഉണ്ടാകേണ്ടിയിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥ ഉണ്ടാകണം. ചില മനുഷ്യന്മാരുടെയൊക്കെ സാന്നിധ്യം ഇല്ലാതിരിക്കുമ്പോഴാണ് ആളുകൾക്ക് സന്തോഷമാകുന്നത്. ചിലരുടെ സാന്നിധ്യങ്ങൾ, പ്രസൻസ് ഒരു അലോസരമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരികിലൂടെ ഒരിക്കൽ ഒരു മയ്യത്ത് കൊണ്ടുപോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും ഇങ്ങനെ നിൽക്കുന്നു. അതിന്റെ അരികിലൂടെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്തരീഹ് വ മുസ്തറാഹും മിൻഹു. മുസ്തരീഹ് എന്ന് പറഞ്ഞാൽ ആശ്വാസം ലഭിച്ച ആള് എന്നാണ്.
മുസ്തറാഹും മിൻഹു എന്ന് പറഞ്ഞാൽ അയാളിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് ആശ്വാസം കിട്ടിയെന്ന്, രക്ഷപ്പെട്ടു. ഈ മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള സ്വഹാബത്തോട് പറഞ്ഞു, മുസ്തരീഹ് വ മുസ്തറാഹും മിൻഹു. ഇതിന്റെ ഭാഷാർത്ഥം സ്വഹാബത്തിന് അറിയാം, പക്ഷെ എന്താണ് അതിന്റെ ഉദ്ദേശമെന്ന് അറിയാത്തത് കൊണ്ട് സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൽ മുസ്തരീഹ് വമൽ മുസ്തറാഹു മിൻഹു. പ്രവാചകരെ, എന്താണ് മുസ്തരീഹ്, ആശ്വാസം ലഭിച്ച ആള് എന്നങ്ങ് പറഞ്ഞല്ലോ, എന്താണ് ഉദ്ദേശം? വമൽ മുസ്തറാഹു മിൻഹു, ആശ്വാസം അയാളിൽ നിന്ന് മറ്റുള്ളവർക്ക് ആശ്വാസം ലഭിച്ചു എന്നങ്ങ് പറഞ്ഞല്ലോ, എന്താണ് അതിന്റെ വിവക്ഷ എന്ന്. ആ സമയത്ത് ശ്രദ്ധിക്കണേ വിശ്വാസികളെ, മറ്റുള്ളവർക്ക് നാം ശല്യമാകരുത്, മറ്റുള്ളവർക്ക് നമ്മുടെ സാന്നിധ്യം അലോസരമാകരുത്. നമ്മുടെ സംസാരങ്ങളും ഇടപെടലും മറ്റുള്ളവർക്ക് ശല്യമാകുന്ന അവസ്ഥ ഉണ്ടാകരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അബ്ദുൽ മുഅ്മിൻ യസ്തരീഹു മിൻ നസബി ദുനിയ വഅദാഹാ ഇലാ റഹ്മത്തില്ലാഹ്. ഒരു നല്ല മനുഷ്യനാണെങ്കിൽ, നല്ല വിശ്വാസിയായ മനുഷ്യനാണെങ്കിൽ, അയാളുടെ മരണത്തോടെ അയാൾ അല്ലാഹുവിലേക്ക് ആശ്വാസം കണ്ടെത്തുകയാണ്. ഈ ദുനിയാവിൽ അയാൾ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളുണ്ട്, വേദനകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, അതിൽ നിന്നൊക്കെ ആ മനുഷ്യനൊരു ആശ്വാസം ലഭിച്ചു. ആ മരണം അയാൾക്ക് ഒരു ആശ്വാസമാണ്. അതാണ് അൽ മുസ്തരീഹ് എന്ന് പറഞ്ഞാൽ. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ അബ്ദുൽ ഫാജിർ, വൽ അബ്ദുൽ ഫാജിർ, തോന്നിവാസിയായ ചീത്ത മനുഷ്യൻ, യസ്തരീഹു മിൻഹുൽ ഇബാദു വൽ ബിലാദ്. ശ്രദ്ധിക്കണം, യസ്തരീഹു മിൻഹുൽ ഇബാദു വൽ ബിലാദ് വശ്ശജറു വദ്ദവാബ്. ആ മനുഷ്യൻ മരിക്കുമ്പോ അയാളുടെ ചുറ്റും ജീവിച്ചിരുന്ന ആളുകൾക്ക് ആശ്വാസമായി. ഔ, മരിച്ചു കിട്ടിയല്ലോ, നഊദു ബില്ലാഹ്, മരിച്ചു കിട്ടിയല്ലോ എന്ന് മറ്റുള്ള ആൾക്കാർ ചിന്തിക്കുകയാണ്. വൽ ബിലാദ്, നാടിനാശ്വാസം. വശ്ശജർ, മരങ്ങൾക്ക്, നാട്ടിലെ മരങ്ങൾക്ക് ആശ്വാസം. വദ്ദവാബ്, ജീവജാലങ്ങൾക്ക് ആശ്വാസം. ഇയാളുടെ മരണത്തോടെ പൊതുശല്യമായിരുന്നു എന്നർത്ഥം. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ബഹുമാന്യ വിശ്വാസികളെ, ഈ ഹദീസ് നാം വളരെ മുഖവിലക്കെടുക്കുക. നാം ഒരു ശല്യമായി മാറുന്നത്. ചില മനുഷ്യരൊക്കെ കുടുംബത്തിൽ, ചില ഉദാഹരണത്തോടെ കടന്നു പോകാൻ, നമുക്ക് ഒരു പിതാവാണെങ്കിൽ ആ പിതാവിന്റെ സാന്നിധ്യം, അയാളുടെ പ്രസൻസ് ആ വീട്ടിൽ അലോസരമാണെങ്കിൽ, ശല്യമാണെങ്കിൽ, മക്കൾ പറയാണ്, ഓ വരുന്നുണ്ട്, വാപ്പ വരുന്നുണ്ട്. സന്തോഷത്തോടെയല്ല, പ്രതീക്ഷയോടെയല്ല, സ്നേഹത്തോടെയല്ല, വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതിയാണോ ശരിക്കും നാം വിലയിരുത്തണം. ഭർത്താവ് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഭാര്യക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ശല്യമായിട്ടാണോ? ഒരു ശല്യമായിട്ടാണോ? വരുന്നുണ്ട്. ആ ഭർത്താവ് രാവിലെ ജോലിക്ക് പോകുമ്പോ ആ സഹോദരിക്ക് ആശ്വാസമാണോ? ഓ പോയല്ലോ എന്നാണോ? നമ്മിലുണ്ടാകരുത്. ഭാര്യയുടെ സാന്നിധ്യം സന്തോഷമാകണം. വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിന് ആശ്വാസമാകണം. ഞാൻ തന്റെ ജോലി സ്ഥലത്തെ തിരക്കുകളും ടെൻഷനും കാര്യങ്ങളും നാട്ടിൽ ഇടപെടുന്ന പല പ്രശ്നങ്ങളും ഒക്കെയായി ഇതാ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ചെല്ലുമ്പോ നല്ല രൂപത്തിൽ തന്നെ സ്വീകരിക്കുന്ന ഭാര്യ, ആ ഭാര്യയിലേക്ക് എത്താനുള്ള ഒരു കൊതിയും ആഗ്രഹവും ഉണ്ടാകണം. ആ രൂപത്തിലായിരിക്കണം ഭാര്യയുടെ പ്രസൻസ്. മക്കൾ വീട്ടിലുണ്ടാകുമ്പോ ഉമ്മാക്കും ഉപ്പാക്കും ആശ്വാസം, സന്തോഷാകണം. മകൻ കയറി വരുമ്പോ ആ ഉപ്പാക്ക് തലവേദനയാവരുത്, ഉമ്മാക്ക് ശല്യമാകരുത്. ഈ രൂപത്തിൽ ബഹുമാന്യ വിശ്വാസികളെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അയൽപ്പക്കത്ത് നമ്മുടെ സാന്നിധ്യം അയൽപ്പക്കത്തുണ്ടെങ്കിൽ അവർക്കൊരു സന്തോഷമാകണം, ആശ്വാസമാകണം. അതൊരു ബുദ്ധിമുട്ടല്ല. ഒരു വിദേശിയായ അല്ലെങ്കിൽ പിന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന, വിദേശിയല്ല, വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ, പ്രവാസിയാണ്,
അയാൾ നാട്ടിൽ വരുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ അയൽപക്കത്തുള്ള ആൾക്കാർക്ക് ഒരു ഇടങ്ങേറാണ്. അയാൾ നാളെ മറ്റൊരാളെ പോവുക എന്ന് പറഞ്ഞാൽ ആശ്വാസമാണ്. അങ്ങനെയാണോ? മുസ്തരീഹാകണം നമ്മള്. മറ്റുള്ളവർക്ക് നമ്മുടെ മരണത്തോടെ നാടിനൊരു ശല്യം നീങ്ങിയല്ലോ എന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നാം ശ്രദ്ധിക്കുക. അതുപോലെ ജോലി സ്ഥലത്ത് അവിടെ ഒരു ഓഫീസാണെങ്കിൽ, ഒരു ഷോപ്പാണെങ്കിൽ, ഒരു സർക്കാർ സ്ഥാപനമാണെങ്കിൽ, മറ്റേതെങ്കിലും ഒരു സ്ഥാപനമാണെങ്കിൽ, അവിടെ നാം ഒരു ദിവസം ലീവാണെങ്കിൽ, ഇന്ന് ഞാൻ ലീവാണെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ആ ഓഫീസിന് വല്ലാത്തൊരു ആശ്വാസമാണോ? ഇന്ന് അയാളെ കാണണ്ടല്ലോ എന്നാണോ? അതല്ല. തന്റെ കൊളീഗ്സ്, തന്റെ കൂടെ ജോലി ചെയ്യുന്നവർ വിളിച്ചല്ല എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന സന്തോഷകരമായ അവസ്ഥയുണ്ടോ? നമ്മുടെ സാന്നിധ്യം ശല്യമാകരുത്, സന്തോഷമാകണം, ആക്കണം. നാട്ടിൽ പല കൂട്ടായ്മകൾ ഉണ്ടാകും. മതരംഗത്ത്, മത പ്രബോധന രംഗത്തുള്ള കൂട്ടായ്മകൾ, രാഷ്ട്രീയ രംഗത്തുള്ള കൂട്ടായ്മകൾ ഉണ്ടാകും, റെസിഡൻഷ്യൽ രംഗത്ത് ആ രംഗത്തുള്ള അസോസിയേഷൻസ് ഉണ്ടാകും, അതുപോലെ പലതും ഉണ്ടാകും. പലതരത്തിലുള്ള സാമൂഹ്യ സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന കൂട്ടായ്മകൾ. എവിടെയാണെങ്കിലും നമ്മുടെ സാന്നിധ്യം ഉണ്ടാകരുത്. ഈ പറഞ്ഞ ഒരു ശല്യമാവാൻ പാടില്ല, ശ്രദ്ധിക്കണം നാം. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ സൂറത്തുൽ ഹുജുറാത്ത് പലതവണ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. സൂറത്തുൽ ഹുജുറാത്തിലെ 11-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന. അല്ലാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, വിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം, ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ പരിഹസിക്കരുത്, കളിയാക്കരുത്. അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും, അവരെക്കാൾ ഇവരായിരിക്കാം ഉത്തമർ. വലാ നിസാഉം മിൻ നിസാ, സ്ത്രീകൾ പരസ്പരം കളിയാക്കാൻ പാടില്ല, പരിഹസിക്കാൻ പാടില്ല. അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന, ഇവരെക്കാൾ അവരായിരിക്കും നല്ലവർ. ഈ രൂപത്തിൽ നോക്കൂ. ശേഷം അല്ലാഹു പറയുന്നത്, വലാ തൽമിസു അൻഫുസകും, പരസ്പരം നിങ്ങൾ കുത്തിപ്പറയരുത്. ആദ്യം പരിഹാസം പാടില്ല. പരിഹാസം, കളിയാക്കൽ ചില ആളുകൾക്ക് ഒരു ഹോബിയാണ്. ചില തമാശകളൊക്കെ ഉണ്ടല്ലോ. തമാശ പറയുമ്പോ അത് ആരോടാണോ, ആരെ പറ്റിയാണോ പറയുന്നത്, ആ വ്യക്തി ഉൾക്കൊള്ളാൻ പാകതയിലുള്ള ആളാണെങ്കിൽ ഓക്കെ, അയാൾ പൊരുത്തപ്പെടുന്ന രൂപത്തിലാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ ഒരു പക്ഷേ തമാശയിലൂടെയാണെങ്കിലും ആ മനുഷ്യന്റെ മനസ്സിനെ നാം മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അയാളുടെ മനസ്സിൽ നോവായി അത് കിടക്കുന്നുണ്ടെങ്കിൽ, അയാളത് മാപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ കുടുങ്ങും കേട്ടോ. പരലോകത്ത് നമ്മുടെ അമലുകൾ എടുത്ത് തിരിച്ചങ്ങോട്ട് കൊടുക്കേണ്ടി വരും. നാം കഷ്ടപ്പെട്ട് അനുഷ്ഠിച്ച നോമ്പുകള്, നമസ്കാരങ്ങള്, ചെയ്ത ഹജ്ജുണ്ടെങ്കിൽ അത്, ഉംറയുണ്ടെങ്കിൽ അത്, സ്വതഖകൾ, ഇങ്ങനെ തസ്ബീഹുകൾ, തഹ്ലീലുകൾ തുടങ്ങി തഹ്മീദുകൾ തുടങ്ങിയുള്ളതൊക്കെ ആ മനുഷ്യന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് അത് ക്ലിയർ ചെയ്യണം. ആര് മരിക്കുന്നതിന് മുമ്പ്? അയാളോ നമ്മളോ? ആരാദ്യം മരിക്കുക നമുക്കറിയില്ല. നാളേക്ക് വെച്ചാൽ നാളെ വരെ അയാളോ നമ്മളോ ഉണ്ടാവോ അറിയില്ല. വല്ലതും ബാക്കിയുണ്ടെങ്കിൽ വിശ്വാസികളെ, ഇവിടെ ഒരുമിച്ച് കൂടിയ വിശ്വാസികളെ, ആരെങ്കിലും അങ്ങനെ ക്ലിയർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയി ക്ലിയർ ചെയ്യണം. ചിലതൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതിയാകും, ചിലപ്പോ ഒന്ന് മെസ്സേജ്, ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതിയാകും. അത് ക്ലിയർ ചെയ്യണം, ബാക്കി വെക്കരുത്. പരിഹാസം ഉണ്ടാകരുത്, കുത്തുവാക്കം ഉണ്ടാകരുത്. അതേപോലെ തന്നെ ഇരട്ടപ്പേരുകൾ. ഓരോ പ്രദേശത്തും ഓരോ പേരുകൾ ഉണ്ടാകും. ഓരോ നാട്ടിൽ ചില നിലയ്ക്ക് പേരുകൾ ഉണ്ടാവും. ഒരു മനുഷ്യന് അയാളുടെ ശരിയായ പേരുണ്ടാവും, അയാളുടെ വീട്ടുകാർ ഓമനിച്ചിട്ട പേരുണ്ടാവും. അതിന്റെ പുറമെ നാട്ടുകാർ ചില പേരിടും. ആ പേരയാൾക്ക് വിളിക്കപ്പെടുന്ന ഇഷ്ടമല്ല, ആ പേര് നമ്മൾ വിളിച്ചാൽ പ്രശ്നമാണ്. അയാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചിലതയാൾ തമാശക്കോ ആ നിലക്ക് എടുക്കുന്നൊക്കെ ഉണ്ടാവും, അത് വലിയ കുഴപ്പമുണ്ടാവും എന്ന് വിചാരിക്കാം. അല്ല, അയാൾക്കത് ഇഷ്ടമില്ലാത്ത പേരാണ് നാം ആ വിളിക്കുന്നതെങ്കിൽ ഓർക്കുക,
പരലോകത്ത് കടമ്പ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങണമെങ്കിൽ അത് ക്ലിയർ ചെയ്യേണ്ടി വരും. അല്ലാഹു പറയാണ്, ഈമാൻ കിട്ടിയതിനു ശേഷം ചീത്ത പേര് എത്ര മോശമാണ്. എന്നിട്ട് അല്ലാഹു പറയുന്ന ഒരു താക്കീതുണ്ട്, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ട് ഈ ആളുകളെ ക്ലിയർ ചെയ്യണേ. എന്നിട്ട് തൗബ ചെയ്തിട്ടില്ല എങ്കിൽ അവരാണ് അക്രമികൾ എന്ന്. അതുകൊണ്ട് നമ്മുടെ സാന്നിധ്യം കൊണ്ട് കുത്തുവാക്കുണ്ടാകരുത്. അത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുത്തുവാക്കുണ്ടാകരുത്, മറ്റുള്ള വേദനിപ്പിക്കരുത്. ആ കാര്യം നാം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ആ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കരുത്. പരിഹരിക്കാൻ കഴിയുമെങ്കിൽ പരിഹരിക്കുക, ഇല്ലെങ്കിൽ ഇടപെടാതിരിക്കുക. ചില ആളുകൾ ഇടപെടുന്നതായിരിക്കും പ്രശ്നം. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഇതേപോലെ തന്നെ മറ്റുള്ള ആളുകളെ ഉപദ്രവിക്കൽ, ളുൽമ ചെയ്യൽ വലിയ പ്രശ്നമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദ്സിയായ ഹദീസിലൂടെ, അതായത് അല്ലാഹ് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറയും, അതാണ് ഖുദ്സിയായ ഹദീസ്. അങ്ങനെ ഒരു ഹദീസിലൂടെ അല്ലാഹു പറയാണ്, യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നി ഹറംതു ളുൽമ അലാ നഫ്സി, ഞാൻ എന്റെ മേൽ ളുൽമ, അക്രമം ഹറാമാക്കിയിരിക്കുന്നു. എന്ന് പറഞ്ഞാല് ഞാൻ ളുൽമ ചെയ്യൂല. അല്ലാഹ് പറയും, അല്ലാഹ് ഏറ്റെടുത്ത് പറയും, ഞാൻ ളുൽമ ചെയ്യൂല. അതുപോലെ വജഅൽതുഹു ബൈനകും മുഹറമ, നിങ്ങൾക്കിടയിലും ഞാനത് ഹറാമാക്കിയിരിക്കുന്നു. ഫലാ തളാലമു, അതുകൊണ്ട് നിങ്ങൾ പരസ്പരം ആക്രമിക്കാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അത് നമ്മുടെ അടുക്കൽ ഒരു ളുൽമ ഒരാൾക്കുണ്ടായി. ആർക്ക്? നമ്മുടെ വീട്ടിൽ, അയൽപക്കത്ത്, ജോലി സ്ഥലത്ത്, ഒരു ഓഫീസിൽ, അവിടെ തന്നെ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരാണ്, അയാളുടെ നമ്മുടെ ഒരാൾ മേലുദ്യോഗസ്ഥൻ, അയാളുടെ താഴെ കുറെ കീഴുദ്യോഗസ്ഥരുണ്ട്, അയാളുടെ സാന്നിധ്യം ഒരു ശല്യമാകും. അതേസമയം പറയേണ്ടത് പറയണം, അതിൽ വിട്ടുവീഴ്ചയില്ല. ഇസ്ലാമിക ദഅവത്ത്, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം, നമ്മൾ ദഅവത്ത് നടത്തിയ ശല്യാവോ, ആ ചിന്തയെ അവിടെ ഇല്ല. അതൊരു ബാധ്യതയാണ്, അത് മനസ്സിലാക്കണേ. സമൂഹത്തിൽ ശിർക്കും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങൾ വിദഅത്തുകൾ നടക്കുമ്പോ നമ്മൾ മിണ്ടാന്നാൽ അതൊരു ശല്യം ചിത്രീകരിക്കുമോ? അത് ശല്യമല്ല, ബാധ്യതാ നിർവഹണമാണ്. അത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ റബ്ബിന്റെ അരികിൽ ചോദ്യം ചെയ്യപ്പെടും. സമൂഹത്തിൽ ശിർക്ക് കാണുമ്പോ, അല്ലാഹു അല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥ കാണുമ്പോ, അതേപോലെ തന്നെ ഈ നിലക്കുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തിൽ ഉണ്ടാകുമ്പോ അതിനെതിരെ മിണ്ടാതിരുന്നാൽ റബ്ബിന്റെ അരികിൽ സമാധാനം പറയേണ്ടി വരും. സമൂഹത്തിൽ ഒന്നടങ്ങ് ചിലപ്പോ അല്ലാഹുവിന്റെ ശിക്ഷ വന്നേക്കും. കരുതണം, വളരെ കരുതണം. അതും ഇതുമായി കൂട്ടിക്കുഴക്കരുത്. അതേസമയം നമ്മുടെ സാന്നിധ്യം എന്താകരുത്, ഒരു ശല്യമാകരുത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ദഅവത്ത് നടത്തിക്കൊണ്ടേയിരിക്കുന്നു, അത് ശല്യമല്ല, അത് ബാധ്യത നിർവഹണമാണ്. അതൊരു പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അയാൾ മനസ്സിലാക്കും, ഇത്രയും നല്ല സത്യത്തിലേക്കായി നിന്നെ വിളിച്ചത് അല്ലേ എന്ന് ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാക്കിയേക്കുന്ന നിരന്തരം നടത്തി ദഅവത്ത് നടത്തി ആ മനുഷ്യന് ആ ഹിദായത്തിന് വെളിച്ചം കിട്ടുമ്പോ ശരി, നമ്മുടെ സാന്നിധ്യം ഒരു ളുൽമാകരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖുൽ ളുൽമ, ളുൽമിനെ നിങ്ങൾ കരുതണം. ഫഇന്ന ളുൽമ ളുലുമാതുൻ യൗമൽ ഖിയാമ, അത് പരലോകത്തെ ളുലുമാത്താൻ, ഇരുട്ടായിരിക്കുമെന്ന്, ഇരുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ, ചില ആളുകളുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഒരു കുടുംബത്തിലാണെങ്കിൽ സഹോദരങ്ങൾ നല്ല രൂപത്തിൽ പോകുന്ന കുടുംബമാണ്, ആ കുടുംബത്തിൽ ഒന്ന് തെറ്റിക്കുക. വെറുതെ എന്തെങ്കിലും ഗീബത്തും നമീമത്തും പറഞ്ഞ് ആ കുടുംബത്തെ തെറ്റിക്കുക. അവൻ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് കോംപ്രമൈസ് ആക്കാനല്ല ശ്രമിക്കുക, തെറ്റിക്കുക. അതൊരു ഹോബിയാണ്, ഇതിങ്ങനെ ചിരിക്കുക. ഈ മനുഷ്യന്മാര്, അത്തരം ആളുകൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കരുതണം. പരലോകത്ത് അത് ഇരുട്ടുകളായിരിക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവകരമായ ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ നൽകേണ്ട ബാധ്യതകൾ നൽകണം. ചില ആളുകൾ കൊടുക്കേണ്ട ബാധ്യതകളുണ്ട്, ആ ബാധ്യത നമ്മൾ കൃത്യമായി വീട്ടണം. ഇല്ലെങ്കിൽ അതൊക്കെ ഈ പറഞ്ഞ ളുൽമിന്റെ ഗണത്തിൽ വരുന്നതാണ് എന്നത് നാം ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാമ്പത്തിക രംഗത്തെ ളുൽമിനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, അവിടെ പറഞ്ഞു, ഒരാൾ തന്റെ കൈ കൊണ്ട്, വലത്തെ കൈ, സാധാരണ വലത്തെ കൈ കൊണ്ട് ചെയ്യുക, ആ നിലക്ക് പറഞ്ഞതാണ്, തന്റെ കൈ കൊണ്ട് മറ്റൊരാളുടെ ഹക്ക് മുറിച്ചെടുക്കുക, മറ്റൊരാൾക്കുള്ളതാണ്.
അതൊരാള് തന്നിലേക്ക് കൊണ്ടുവരാം. ഈ കയ്യോട് എടുക്കണമെന്നില്ല. എങ്ങനെയാണോ അത് വസൂലാക്കുന്ന അങ്ങനെ അത് ചെയ്യുന്നു എങ്കിൽ അയാൾക്ക് നരകം നിർബന്ധമാക്കും. മറ്റൊരാളുടെ ഹക്ക്, അവകാശം, അയാളുടെ റൈറ്റാണ്, അതിങ്ങോട്ട് എടുത്തു. എന്നാൽ അള്ളാഹു അയാൾക്ക് എന്ത് ചെയ്യും? നരകം നിർബന്ധമാക്കും. സ്വർഗം അയാൾക്ക് നിഷിദ്ധമാക്കും. എന്നിട്ട് പറഞ്ഞപ്പോ ആ സമയത്ത് റസൂലുള്ളാഹിയോട് ചോദിച്ചു, അത് കുറച്ചാണെങ്കിലോ അല്പമാണെങ്കിലോ? റസൂലുള്ളാഹി പറഞ്ഞു, അറബികൾ പല്ലേക്കുന്ന അറാക്കിന്റെ കൊള്ളില്ലേ, അതാണെങ്കിൽ പോലും, ചെറുതല്ലേ, അതാണെങ്കിൽ പോലും എന്നാൽ വളരെ കരുതണം. മറ്റൊരാളുടെ ഹക്ക് നാം എടുത്തു കഴിഞ്ഞാൽ അത് വലിയ ബാധ്യതയായി അവിടെ ഉണ്ടാകുന്നു. അത് ഇവിടുന്ന് കൊടുത്താൽ പോലെ, ഇപ്പൊ സമ്പത്ത് ഇത്ര രൂപയാണെങ്കിൽ ആ രൂപ അവിടെ കൊടുത്താൽ മതിയാവില്ല, പകരം നമ്മുടെ അമൽ കൊടുക്കേണ്ടി വരും. ഈ ഒരു ബോധം വളരെ ഗൗരവത്തോടെ നമ്മുടെ മനസ്സിലുണ്ടാകണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ആവർത്തിച്ച് പറയുന്നു, നാം ശല്യമാകരുത്. നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ഇടങ്ങേറാകരുത്. നമ്മൾ മരിച്ചാൽ മരിച്ചു കിട്ടി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകരുത്. അത് നമ്മൾ ശ്രദ്ധിക്കുക. അതേസമയം ഇസ്ലാമിക ദഅവാ പ്രവർത്തനം ഇതുപോലെ കൂട്ടിക്കുഴക്കരുത്. ദഅവാ പ്രവർത്തനം ഒരു മനുഷ്യ ശല്യമായി തോന്നുന്നുവോ? അത് ശല്യമല്ല, ബാധ്യതാ നിർവഹണമാണ്. ആ കാര്യം കൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നല്ലവരായി ജീവിക്കാൻ ആ രീതിയിൽ നല്ലവരായി ജീവിക്കാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കുകയും അതിന് തൗഫീഖിന് വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്യുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. إن الحمد لله والصلاة والسلام على رسوله النبي الكريم وعلى آله وصحبه أجمعين أما بعد أيها الناس أوصيكم ثانيا بتقوى الله. വിശ്വാസികളെ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷമാകണം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുക, രണ്ടാളുകൾക്കിടയിൽ ഒരു പ്രശ്നം നമ്മൾ കണ്ടാൽ നമ്മുടെ ഇടപെടൽ എങ്ങനെയാണ്? അതിങ്ങനെ വളർത്തുന്ന രൂപത്തിലാകരുത്. മറിച്ച് ആ തിന്മയിൽ നിന്ന്, തിന്മ ചെയ്യുന്നവനിൽ നിന്ന് തിന്മ ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമൻ. നിന്റെ സഹോദരനെ ളാലിമാകട്ടെ മദ്ലൂമാകട്ടെ, ആ മനുഷ്യനെ വാലിമറ ആക്രമിക്കുന്നവനാണ്, മദ്ലൂം ആക്രമിക്കപ്പെടുന്നവനാണ്. രണ്ടാളെ നീ സഹായിക്കണം. മദ്ലൂമിനെ സഹായിക്കല് ഇവനെ നിന്ന് രക്ഷപ്പെടുത്തലാണ്, വാലിമിനെ സഹായിക്കലോ? സഹാബത്ത് ചോദിച്ചു ഈ ചോദ്യം, റസൂലെ എങ്ങനെയാണ് യാ റസൂലല്ലാഹ് അൻസുറുഹു ഇദാ കാന മദ്ലൂമൻ? അയാൾ ആക്രമിക്കപ്പെടാൻ സഹായിക്കാം, അയാൾ രക്ഷപ്പെടുത്താലോ. അഫറഅയ്ത ഇദാ കാന ളാലിമൻ കൈഫ അൻസുറുഹു? റസൂലെ ഇയാൾ ആക്രമിക്കാൻ എങ്ങനെ സഹായിക്കുക? വീണ്ടും കൂടി ആക്രമിക്കേ? സ്വഹാബത്തിന്റെ ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാണ്, ആ മനുഷ്യനെ തഹ്ജുസുഹു ഔ തംനഉഹു മിനൽ ദുൽം ഫഇന്ന ദാലിക നസ്റു. അയാളെ ഇത് തടയുക, ദുൽമയിനാളെ ചെയ്യല്ലേ എന്ന് പറയാ, ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കുക. എങ്ങനെ തടയാൻ പറ്റുമോ അങ്ങനെ തടയാം. അതാണ് അയാളോടുള്ള സഹായം. ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഇടപെടൽ. അല്ലാതെ രണ്ടാൾക്കാരുടെ പ്രശ്നം, ഒരു സഹോദരനും മറ്റൊരു സഹോദരനും വീട്ടിൽ ഉദാഹരണം പറയാം, പ്രശ്നമുണ്ടായി. ഈ രണ്ടാളുകൾക്കിടയിൽ ഒരാൾ ഇടപെടുമ്പോ ഈ പ്രശ്നം എങ്ങനെ ഇല്ലാതാക്കും എന്ന് നിലക്കാണ് ഇടപെടുന്നത്. ഒരു ജോലി സ്ഥലത്ത് രണ്ടാൾക്കാർ അല്ലെങ്കിൽ രണ്ട് അയൽവാസികള് ആളുകൾക്ക് പ്രശ്നമാകുമ്പോ അവിടെ ഇടപെടേണ്ടത് ഈ പ്രശ്നം എങ്ങനെ രമ്യമായി പരിഹരിക്കാൻ പറ്റും എന്ന രൂപത്തിലായിരിക്കണം. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ബഹുമാന്യ വിശ്വാസികളെ, ഇന്നല്ലെങ്കിൽ നാളെ നാം മരിച്ചു പോകും. അല്ലാഹ് കണക്കാക്കിയ ആയുസ്സെത്തിയാൽ ആ സമയത്ത് നാം മരിച്ചു പോകും. ഒരു നിമിഷാർദ്ധം പോലും അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല, ആ നേരം പോകേണ്ടി വരും. അയാൾ എവിടെയാണെങ്കിലും, എത്ര സൗകര്യമുള്ള സ്ഥലത്താണെങ്കിലും, എത്ര സെക്യൂരിറ്റി ഉള്ള മനുഷ്യനാണെങ്കിലും, എത്ര ബോഡി ഫിറ്റ്നസ് ഉള്ള മനുഷ്യനാണെങ്കിലും ആ നേരത്തെ അയാൾ പോയേ പറ്റൂ. വിശ്വാസികളെ, നാം യാത്ര പറഞ്ഞാൽ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി മയ്യത്ത് നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാകണം. വേണ്ടേ? നിസ്കരിക്കാൻ കുറെ ആൾക്കാരുണ്ട്, പക്ഷെ പോകാൻ ഞാൻ മോശമല്ലേ എന്ന് കരുതിയിട്ടാണ് നമ്മൾ മയ്യത്ത് നിസ്കാരത്തിന് വരുന്നതെങ്കിലോ
ഫായിദല്ല. അതേസമയം നമ്മുടെ സാന്നിധ്യം നല്ലതായിരുന്നു. നാം നന്മ അറിയിച്ചു കൊടുത്തു, തൗഹീദ് എത്തിച്ചു കൊടുത്തു, സുന്നത്ത് എത്തിച്ചു കൊടുത്തു, ശിർക്കിന്റെ ഗൗരവം പറഞ്ഞു കൊടുത്തു, വിദഅത്തിന്റെ ഗൗരവം പറഞ്ഞു കൊടുത്തു, തിന്മയുടെ തോന്നിവാസങ്ങളുടെ ഗൗരവം പറഞ്ഞു കൊടുത്തു. അങ്ങനെ നമ്മോട് കഴിയുന്ന രൂപത്തിൽ വല്ല ആലിമാവിന്റെ ആലിമീങ്ങൾ അവരുടെ ആ ബാധ്യത ചെയ്യണം. എങ്ങനെയാണോ അങ്ങനെ ചെയ്യുക. അങ്ങനെ നാം നന്മ അറിയിച്ചു കൊടുത്തു, സ്നേഹത്തോടെ ആ കാര്യം ചെയ്തു. അതുപോലെ നമ്മുടെ സാന്നിധ്യം ശല്യമായിരുന്നില്ല, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. നാം മരിച്ചാൽ നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുമ്പോ അതിന്റെ ഇഖ്ലാസ് എത്രയായിരിക്കും? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിമായ മനുഷ്യൻ മാ മിൻ റജുലിൻ മുസ്ലിമിൻ യമൂതു ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലൻ ലാ യുശ്രികൂന ബില്ലാഹി ശൈആ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി. അവിടെ മനസ്സിൽ കുറിച്ചു വെക്കണം, മുസ്ലിമായ ഒരു മനുഷ്യൻ മരിക്കുന്നു, എന്നിട്ട് അയാൾക്ക് വേണ്ടി 40 ആളുകൾ മയ്യത്ത് നിസ്കരിക്കുന്നു. എങ്ങനെയാണ് 40? ലാ യുശ്രികൂന ബില്ലാഹി ശൈഅൻ, അല്ലാഹു ഒന്നിനെയും പങ്കു ചേർക്കാത്ത 40 ആളുകൾ, ശിർക്ക് ചെയ്യാത്ത 40 ആളുകൾ, ജീവിതത്തിന്റെ ഏത് സന്നിഗ്ധ ഘട്ടത്തിലും പ്രയാസഘട്ടത്തിലും അല്ലാഹുവോട് മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച ആളുകൾ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹ് നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചെയ്യുന്നത്, ഞങ്ങളുടെ ഇബാദത്ത് നിനക്ക് മാത്രമാണ് അല്ലാഹ്. വ ഇയ്യാക നസ്തഈൻ, ഞങ്ങളുടെ ഇസ്തിആനത്ത് നിന്നോട് മാത്രമാണ് അല്ലാഹ്, വേറെ ഒന്നിനോടും ഒരു മഖ്ലൂഖിനോടും ഞാൻ ചെയ്യില്ല അല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച് ആ നിലയ്ക്ക് ശുദ്ധ തൗഹീദുള്ള 40 ആളുകൾ നമുക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി, അവർക്ക് വേണ്ടി ഇവർ നടത്തുന്ന ശഫാഅത്ത് ഉണ്ടല്ലോ അത് സ്വീകരിക്കപ്പെടാതിരിക്കില്ല. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നല്ല രൂപത്തിൽ വിശുദ്ധ ഖുർആനും സുന്നത്തും പോലെ ജീവിക്കുവാനും ആ നല്ല അവസ്ഥയിൽ തന്നെ ഈ ലോകത്തോട് ഇവിടെ പറയാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏത് സമയത്ത് മരണം പിടികൂടിയാലും വിശ്വാസികളായി, മുഅ്മിനീങ്ങളായി, മുത്തഖീങ്ങളായി മരിക്കാനുള്ള ഒരുക്കം നമ്മുടെ ഭാഗത്തുണ്ടാകണം. ഓരോ മരണങ്ങളും നമുക്ക് പാഠങ്ങളാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ ദോഷങ്ങൾ അല്ലാഹു നമുക്കെല്ലാം പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാനും നരകത്തിൽ രക്ഷപ്പെടാനും അല്ലാഹു നമ്മെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾ അല്ലാഹു നല്ല രൂപത്തിൽ പൂർത്തീകരിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന കുറേ സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു ശിഫയും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.